ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് 1 ബാക്കിയുള്ള പോർഷൻസ് ആണ്. മെഡിക്കൽ ടെർമിനോളജി യൂസ്ഡ് ബൈ ന്യൂറോളജിസ്റ്റ്. അതിൽ ഫസ്റ്റ് വരുന്നത് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹാർട്ടിനെ പറ്റിയിട്ടായിരുന്നു. ഇവിടെ നമ്മളടുത്ത് പറയാനായിട്ട് പോകുന്നത് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നെർവസ് സിസ്റ്റം ന്യൂറോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മെഡിക്കൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അതിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ഡിസീസസും അതുപോലെ തന്നെ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടാണ് ന്യൂറോളജി എന്ന് പറഞ്ഞ നമ്മുടെ മെഡിക്കൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചിൽ ഇല്ലേ നമ്മുടെ ഈ ഒരു ന്യൂറോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഇനിയും നമുക്ക് ഇതിൽ ന്യൂറോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് നെർവ് എന്നും ലോജിയ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ന്യൂറോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ന്യൂറോൺ ആയിട്ട് മാറിയത്. നെക്സ്റ്റ് ഇമാജിംഗ് ടെക്നിക്സ് ആണ്. ഇമാജിംഗ് ടെക്നിക്സ് ഓർ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഓർ പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഓർഗൻ സിസ്റ്റം. നമുക്ക് ഇവിടെ നെർവസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഇമാജിംഗ് ടെക്നോളജീസ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് ചെയ്യുന്നത്. ഒന്നാമത് പറയുന്നത് സെറിബ്രൽ ആൻജിയോഗ്രഫി ആണ്. സെറിബ്രൽ ആൻജിയോഗ്രഫി എന്ന് പറയുന്നത് നമ്മുടെ സെറിബ്രത്തിലുള്ള വെസൽസിനെ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സാണ് സെറിബ്രൽ ആൻജിയോഗ്രഫി എന്ന് പറയുന്നത്. അടുത്തത് CT മൈലോഗ്രഫി ആണ്. CT മൈലോഗ്രഫി എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ പ്രോസസ്സുകളെ റെക്കോർഡ് ചെയ്യുകയും അതിനെ ഒരു കമ്പ്യൂട്ടർ, അതായത് ഒരു CT വെച്ചിട്ട് നമ്മളതിനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് CT മൈലോഗ്രഫി എന്ന് പറയുന്നത്. അടുത്തത് ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ്. ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുന്നത്. ഇലക്ട്രോ മയോഗ്രഫി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനിനിടയിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസിനെ മെഷർ ചെയ്യുകയും അതുപോലെ തന്നെ പെരിഫറൽ നെർവ്സ് ഇന്നർവേറ്റിംഗ് ദ സ്കെലിറ്റൽ മസിൽസ്, ഇത് രണ്ടും നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ഇലക്ട്രോ മയോഗ്രഫി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അടുത്തത് ലുംബാർ പങ്ക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊസീജിയർ യൂസ്ഡ് ടു ടെസ്റ്റ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, അതായത് നമ്മുടെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനെ കളക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ലുംബാർ പങ്ക്ചർ. നെക്സ്റ്റ് മൈലോഗ്രഫി. മൈലോഗ്രഫി എന്ന് പറഞ്ഞാൽ സ്പൈനൽ കോഡും അതുപോലെ തന്നെ നെർവ് റൂട്ട്സിൻ്റെയും റേഡിയോഗ്രഫീനെയാണ് മൈലോഗ്രഫി എന്ന് പറയുന്നത്. അടുത്തത് ടെൻസിലോൺ ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മയാസ്തനിയ ഗ്രാവിസിൻ്റെ ടെസ്റ്റാണ്. അതായത് മയാസ്തനിയ ഗ്രാവിസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ടെൻസിലോൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് സർജിക്കൽ ടെക്നിക്സ് ഓർ പ്രൊസീജിയേഴ്സ് യൂസ്ഡ് ഇൻ ദ ഓർഗൻ സിസ്റ്റം ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ക്രാനിയോട്ടോമി ആണ്. നമ്മളിപ്പോൾ സർജിക്കൽ ടേംസ് ഒക്കെ പഠിച്ചിട്ടുള്ള കാരണം കൊണ്ട് നമുക്കറിയാം ടോമി എന്താണ്, എക്ടമി എന്താണെന്നൊക്കെ. ടോമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ഒരു കട്ടിങ് വരുത്തുന്ന ഒരു കണ്ടീഷനാണ് ടോമി എന്ന് പറഞ്ഞാൽ. എക്ടമി എന്ന് പറഞ്ഞെങ്കിൽ നമ്മളതിനെ കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ ക്രാനിയോട്ടോമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കള്ളിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിനെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിൻ ടിഷ്യൂസിനുള്ളിലത്തെ പ്രഷറിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ക്രാനിയോട്ടോമി എന്ന് പറയുന്നത്. അടുത്തത് ഗാംഗ്ലിയോനെക്ടമി ആണ്. ഗാംഗ്ലിയോനെക്ടമി എന്ന് പറയുന്നത് എക്സിഷൻ ഓഫ് എ ഗാംഗ്ലിയോൺ, അതായത് നമ്മൾ ഗാംഗ്ലിയോണിൻ്റെ ഒരു ഭാഗത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ലോബോട്ടോമി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഏതെങ്കിലും ഒരു ലോബിനെ കട്ട് ചെയ്യുന്ന കണ്ടീഷൻ. ന്യൂറക്ടമി എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നെർവ്സിൻ്റെ ഏതെങ്കിലും എക്സിഷൻ ഓഫ് ദ നെർവ്സിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന കണ്ടീഷൻ. ന്യൂറോട്ടോമി എന്ന് പറയുന്നത് നെർവിനെ കട്ട് ചെയ്യുന്ന കണ്ടീഷൻ. മറ്റേത് എക്ടമി എന്ന് പറയുമ്പോൾ കട്ട് ചെയ്തതിനെ പുറത്തേക്ക് എടുക്കുകയാണ്. ന്യൂറോട്ടോമി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ നെർവിലൊരു കട്ടിങ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ന്യൂറോലൈസിസ് ആണ്. ഡിസൊല്യൂഷൻ ഓഫ് നെർവിനെയാണ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂറോലൈസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പെയിൻ മാനേജ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. ന്യൂറോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെർവിനെ സർജറി ചെയ്തിട്ട് റിപ്പയർ ചെയ്യുന്ന കണ്ടീഷൻ. ന്യൂറോറഫി എന്ന് പറയുന്നത് നെർവ്സിൽ നെർവ്സിൽ തുന്നലുകൾ ഇടുന്ന കണ്ടീഷൻ. റൈസോട്ടോമി എന്ന് പറയുന്നത് നെർവ് റൂട്ടിൽ നമ്മൾ കട്ട് ചെയ്യുന്ന കണ്ടീഷൻ. അടുത്ത വരുന്നത് അബ്രിവേഷൻസ് കോമൺലി യൂസ്ഡ് വിത്ത് ദ ഓർഗൻ സിസ്റ്റം.
AD എന്ന് പറഞ്ഞെങ്കിൽ അൽഷിമേഴ്സ് ഡിസീസാണ്. അൽഷിമേഴ്സ് ഡിസീസൊക്കെ നമുക്കറിയാം, സിനിമയിലൊക്കെ കണ്ടിട്ട് അൽഷിമേഴ്സ് എന്താണെന്നുള്ളത് അറിയാം. അടുത്തത് ADHD എന്ന് പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ്. ALS എമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ്. CNS സെൻട്രൽ നെർവസ് സിസ്റ്റം. CP സെറിബ്രൽ പാൽസി. CSF സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. CTE ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതി. CVA സെറിബ്രോവാസ്കുലർ ആക്സിഡൻറ്റ്. EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം. EMG ഇലക്ട്രോമയോഗ്രഫി. EP സ്റ്റഡീസ് ഇവോക്ഡ് പൊട്ടൻഷ്യൽ സ്റ്റഡീസ്. LP ലുംബാർ പങ്ക്ചർ. MRI മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. MS മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. OCD ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. PD പാർക്കിൻസൺസ് ഡിസീസ്. PET പൊസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. PNS പെരിഫറൽ നെർവസ് സിസ്റ്റം. PTSD പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ASAH സബ് അരാക്നോയിഡ് ഹെമറേജ്. TIA ട്രാൻസിയൻറ്റ് ഇഷ്കീമിക് അറ്റാക്ക്. ഇനി പ്രിഫിക്സസ് ആണ് പറയുന്നത്. പ്രിഫിക്സസിൽ ഫസ്റ്റ് പറയുന്നത് ആൻ ആണ്. ആൻ വെച്ചിട്ട് നമ്മൾ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആബ്സെൻസ് ഓഫ്, വിത്തൗട്ട്, നോ, നോട്ട്, ഇതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഡിസ് വെച്ചിട്ടാണെങ്കിൽ എന്താണ്? പെയിൻഫുള്ളാണ്, അബ്നോർമൽ, ഡിഫിക്കൽട്ട്, ലാബോർഡ്. ഇൻട്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ, ഹെമി, ഹാഫ്, ഹൈപ്പർ, എബവ്, എക്സസീവ്, ഇൻറ്റർ, ബിറ്റ്വീൻ, പാൻ, ഓൾ, ടോട്ടൽ, പാര, ബിസൈഡ്സ്, ബിയോണ്ട്, എറൗണ്ട്, അബ്നോർമൽ, പ്രീ, ബിഫോർ. ഇപ്പോൾ പ്രീ അനസ്തെറ്റിക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ അനസ്തേഷ്യയ്ക്ക് മുൻപ്. പോളി എന്ന് പറഞ്ഞെങ്കിൽ മെനി, മച്ച്. പോളിയൂറിയ എന്ന് പറഞ്ഞെങ്കിൽ കുറേ അധികം യൂറിൻ പോകുന്ന കണ്ടീഷൻ. പോസ്റ്റ്, ആഫ്റ്റർ. സബ്, ബിലോ, അണ്ടർ. നെക്സ്റ്റ് കമ്പൈനിങ് ഫോമാണ് സെഫാലോ. സെഫാലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ്. സെറിബെല്ലോ, സെറിബെല്ലം. സെറിബ്രോ, സെറിബ്രം. ഡ്യൂറോ, ഡ്യൂറാമേറ്റർ, ഹാർഡ്. എൻസെഫലോ, ബ്രെയിൻ. ഏസ്തേഷ്യോ എന്ന് പറഞ്ഞെങ്കിൽ സെൻസേഷൻ, സെൻസിറ്റിവിറ്റി, ഫീലിംഗ്. ഗാംഗ്ലിയോ, ഗാംഗ്ലിയോൺ. ഗാംഗ്ലിയോണോ, ഗാംഗ്ലിയൻ. ഗ്ലിയോ, ഗ്ലിയ. ഗ്ലൂയി സബ്സ്റ്റൻസ്. മെനിഞ്ചോ, മെനിഞ്ചൈറ്റിസ്, മെനിഞ്ചസ്. മെനിഞ്ചിജോ, മെനിഞ്ചസ്. മെൻറ്റോ, മൈൻഡ്. മോണോ, വൺ, സിംഗിൾ. മൈലോ, സ്പൈനൽ കോഡ്. ന്യൂറോ, നെർവ്. ഫാസോ, സ്പീച്ച്. പോളിയോ, ഗ്രേ മാറ്റർ. സൈക്കോ, മൈൻഡ്. ക്വാഡ്രിഫോർ. റാഡിക്കോ, നെർവ് റൂട്ട്. റാഡിക്കുലോ, നെർവ് റൂട്ട്. റൈസോ, നെർവ് റൂട്ട്. അടുത്തത് വരുന്നത് സഫിക്സ് ആണ്. സഫിക്സിൽ വരുന്നത് AL പെർട്ടൈനിങ് ടു ആൽജിയ, പെയിൻ. സീലെ, ഹെർണിയ, പ്രൊട്രൂഷൻ. സൈറ്റ്, സെല്ല്. എക്ടമി, നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. എക്സിഷൻ, സർജിക്കൽ റിമൂവൽ, കട്ടിംഗ് ഔട്ട്. ജെനിക്, പ്രൊഡ്യൂസിങ്. ഒറിജിനേറ്റിംഗ്, കോസിങ്. ഗ്രാം, ദ റെക്കോർഡ്. കാർഡിയോഗ്രഫിക് ഇമേജ്, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, പിന്നെ എന്താണ്? ഗ്രാഫ്, ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു റെക്കോർഡ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അതുണ്ട്. നെക്സ്റ്റ് കാർഡിയോഗ്രഫി, പ്രോസസ് ഓഫ് റെക്കോർഡിംഗ്. റേഡിയോഗ്രഫിക് ഇമേജിംഗ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? കണ്ടീഷൻ ഓഫ് ഡിസീസ്ഡ് സ്റ്റേറ്റ് ഓർ അബ്നോർമൽ സ്റ്റേറ്റ്. പെർട്ടൈനിങ് ടു ഇയാട്രിസ്റ്റ്, സ്പെഷ്യാലിസ്റ്റ്, ഫിസിഷ്യൻ. പീഡിയാട്രിസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ സ്പെഷ്യാലിറ്റിസ്റ്റ് അല്ലെങ്കിൽ ഫിസിഷ്യനാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രി, സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റ്. ഐറ്റൽ, സീഷ്വർ, അറ്റാക്ക്. ഐറ്റിസ്, ഇൻഫ്ലമേഷൻ. ഇപ്പോൾ സിസ്റ്റൈറ്റിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ
എന്താണ് സെല്ലിൽ എന്ത് വരിക, ഇൻഫ്ലമേഷൻസ് വരിക. ലോജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യാലിസ്റ്റ് ഫിസിഷ്യൻ. ലോജി സ്റ്റഡി ഓഫ്. ലൈസിസ് ലൂസനിങ് ഡിസൊല്യൂഷൻ സെപ്പറേറ്റിംഗ്. മാലസിയ സോഫ്റ്റനിങ്. ഓയിഡ് റിസംബ്ലിംഗ്. ഓമ ട്യൂമർ. ഒസിസ് abnormal condition. Paresis slight paralysis. Padi disease. Plastic surgical repair. Plagia paralysis. Sclerosis hardening. Roughy suturing repairing. സ്യൂച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, തുന്നിക്കെട്ടുക. ടോമി ഇൻസിഷൻ കട്ട് ഇൻ ടു.